പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഗായകസംഘത്തോട് ചേർന്ന് പാടുകയും നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് കർത്താവിൻ്റെ മുമ്പിൽ വെക്കുന്നത്. കാര്യം ഈ ദൈവസ്നേഹം നമ്മൾക്ക് കർത്താവ് ഈ ധ്യാനത്തിലൂടെ നൽകിയാൽ, ഞാൻ പറയും നമ്മൾ ഉടമ്പടിയുടെ ഒരു 1/4 പങ്ക് ഓടിത്തീർത്തെന്ന് പറയും. കാരണം ദൈവസ്നേഹമാണ്. സ്നേഹമില്ലാത്തവർക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തോട് നല്ല സ്നേഹമില്ലാത്തവർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല. ഇനി എൻ്റെ മക്കൾ എന്തെങ്കിലും നിങ്ങളുടെ ചിന്താഗതിക്കോ നിങ്ങളുടെ ഒരു സങ്കല്പം ഉണ്ടാവുമല്ലോ എല്ലാ കാര്യത്തെക്കുറിച്ചും, അതിന് ചില സമയത്ത് വിരുദ്ധമായിട്ടൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലോചന വരവില്ലേ. നമ്മൾ വേദപാഠത്തിൽ പഠിക്കില്ല, പരിശുദ്ധാത്മാവ് ദാനങ്ങളിലൊന്നാണ് ആലോചന. ആലോചന എന്ന് പറയുമ്പോൾ ബുദ്ധി എന്ന് തന്നെ അർത്ഥം. ഇതിൻ്റെ അകത്ത് ഒരു ബുദ്ധി വരെ ഇപ്പം നിങ്ങളുടെ ഒരു ആശയത്തിന് ധാരണയ്ക്ക് ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് എതിരായിട്ടാണ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഞെരുക്കം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ കയറിപ്പോകാമെന്ന് വിചാരിച്ചു, അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നെടുമ്പാശ്ശേരി ചെന്നപ്പോൾ പറഞ്ഞു എമിഗ്രേഷൻ ക്ലിയറൻസ് ആയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടെ ഞെട്ടിത്തെറിച്ച് നിലവിളിച്ച് നാണക്കേടായി, ഇനി വീട്ടിൽ വരണമല്ലോ, ആൾക്കാരുടെ മുഖത്തുനിന്ന് ഞാൻ എല്ലാവരുടെയും ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ഇനി വീട്ടിൽ വന്ന് എവിടെ നിൽക്കും, ഞാൻ വല്ല ലോഡ്ജിലും കയറി താമസിക്കും, അല്ലെങ്കിൽ ചത്തുകളെന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ജീവിതത്തിൽ എന്ത് സംഭവിക്കാം? കർത്താവ് ജീവിതത്തെ ജീവിതമായിട്ട് കാണാനാണ് ഈശോ പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം. എങ്കിലും നിങ്ങൾ ആത്മഹത്യകളെന്നല്ല പറഞ്ഞത്. യോഹന്നാൻ 16:33 എന്താ പറയണത്? ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം. കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞിരിക്കുന്നത് ഈ ഞെരുക്കങ്ങളിലെ വേറെ അവിടെ ഇവിടെ ആൾക്കാരെ ആശ്രയിക്കണം എന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിൽ തന്നെ നിങ്ങളെ അവലംബം വെക്കണം. മനസ്സിലായ? ക്രിസ്തുവിൽ അവലംബം വെച്ചെന്താ കാര്യം എന്തെന്നാൽ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഞാൻ ഈ ഞെരുക്കങ്ങളിലൂടെ എല്ലാം കടന്നു വന്നതാണ്, അതിലൂടെ കൃപ പ്രാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ കൃപയിൽ നിലനിർത്താനും അതിജീവിക്കാനും കഴിയും. അതുകൊണ്ടാണ് അടുത്ത വാചകം എന്താ? ഞാൻ ജീവിക്കുന്നതിനാൽ. യോഹന്നാൻ 14:19. യോഹന്നാൻ 14:19. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും അതിജീവിക്കുമെന്നാണ്. അതാണ് വിഷയം. ഈ 2 വചനം കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് അതാണ്. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അതിജീവിച്ച് കഴിഞ്ഞു. ഈ അതിജീവിച്ച ഈശോയാണ് നമ്മോട് പറയണത്, ഞാൻ അതിജീവിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങളും ഈ ഞെരുക്കങ്ങളെ അതിജീവിക്കും. കൈയടിച്ച് സ്തുതിക്കട്ടെ. സന്തോഷത്തോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലെ അധികം
നാക്ക് കൊണ്ടുള്ള കസർത്ത് കാണിക്കരുത്. ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നം അതാണ്. എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ വഴികളിൽ ഒരു ടെസ്റ്റിങ് വന്നാൽ ഉടനെ നിങ്ങൾ കലബില എന്ന് പറയാൻ ആൻറ്റിയെ വിളിച്ച്, ആൻ്റെ മകളെ വിളിച്ച്, പേരപ്പനെ വിളിച്ച്, കൊച്ചാപ്പനെ വിളിച്ച്, കുഞ്ഞാമ്മയെ വിളിച്ച്, കൂട്ടുകാരെ വിളിച്ച് മുഴുവനും കൊളാക്കി തരും. കാര്യം പരിശുദ്ധാത്മാവില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയും, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം ഞാനില്ല, ഈശോ അവിടെ ഇല്ല. അതുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ അവരുടെ രീതിയിൽ നിന്നെ ഉപദേശിക്കും. നീ എന്ത് ചെയ്യണം? നീ ശാന്തമായി. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അപ്പോൾ ദൈവം അടുത്തുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് ശാന്തമായിട്ട് നീ പൂർണ്ണമായി ദൈവത്തിലേക്ക് നിൻ്റെ മനസ്സും ചിന്തയും ആലോചനയും നിൻ്റെ ധ്യാനവും അടക്കി വെച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്താ കാര്യം? അത് ജീവിക്കാൻ സമയമാകുമ്പോൾ കർത്താവ് അതിൻ്റെ ഗേറ്റ് ഓപ്പൺ ആക്കിക്കൊള്ളൂ. പിന്നെ നമുക്ക് മാനുഷികമായി ചെയ്യാവുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് ചെയ്യാം. ഇത് ഒരു കാര്യമല്ല, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും പലതും നമുക്ക് ചെയ്യാനൊന്നും ഇല്ലെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധവും ബുദ്ധിയൊക്കെ ഉറച്ചു കഴിയുമ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനില്ല എന്ന് വരും. അതുകൊണ്ട് കാര്യം എന്താണ്? പലതും മെറിറ്റിൽ പോണതല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. പല കാര്യങ്ങളും നമ്മളുടെ കഴിവിൽ ഒതുങ്ങണതല്ല. പിന്നെ എവിടെയാണ് ഒതുങ്ങണത്? ദൈവത്തിൻ്റെ കൃപയിലാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കരുണ കൊണ്ടാണെന്ന്. അല്ലേ? ആ വചനം മറന്നു പോകരുത്. അതിന് നമ്മൾ ഈ മെറിറ്റ് ഇല്ലാത്ത സ്ഥലത്ത്, മെറിറ്റുള്ള സ്ഥലത്ത് ആ മെറിറ്റ് കൊണ്ട് മതിയാകാതെ വരുമ്പോൾ, യോഗ്യത കൊണ്ട് മതിയാകാതെ വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ അവിടെ അപ്ലോഡ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി. കുറേ ഫോർമുലയുണ്ട്. അവിടെയാണ് നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് എന്താ ചിലർക്ക് ഗതി കിട്ടാത്ത പ്രേതം പോലെ ഇങ്ങനെ നടക്കണില്ല ഉടമ്പടി ചെയ്തിട്ടും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 0 മെറിറ്റിൽ വരുമ്പോൾ നമ്മൾ എവിടുന്ന് എടുത്താണ് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യണത്? 0 മെറിറ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ട് ഇനി ആ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ലെന്ന് വിചാരിച്ചോ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം നിങ്ങളുടെ കൂട്ടുകാരോട് കമ്പൈൻ സ്റ്റഡി വെച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്നേക്കാൾ കേമിയാണ് ഇവളെന്ന്. ഇല്ലേ? അങ്ങനെ നിങ്ങൾ ഈ പരീക്ഷ കണ്ട എല്ലാ പിള്ളേരോട് കമ്പൈൻ സ്റ്റഡി വെച്ച് നോക്കിയേ, എല്ലാത്തിൻ്റെയും പുറകിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ ഇത് മെറിറ്റ് ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞ് നമുക്കവിടെ ജീവിക്കണ്ടേ? മെറിറ്റ് ഇല്ലാത്തവരോടെ കടപ്പോയി മുങ്ങിച്ചാവുക. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറിറ്റ് ഇല്ലാത്തവരും ജീവിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പുതിയൊരു ഓപ്ഷനാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് അതാ ഒന്ന് വായിച്ചു കൊടുത്ത ആൾക്കാർക്ക്, പുതിയ ആൾക്കാർക്ക്. എഫേസ്യൻസ്